നല്ല പഴുത്ത പഴമുണ്ടോ എങ്കിൽ വേഗം എടുത്തിട്ട് വന്നോളൂ. നമുക്ക് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വീട്ടിൽ പഴമൊക്കെ പഴുത്ത് കറുത്തു പോയാൽ നമ്മളെന്തും കളയാറില്ലേ പതിവ്. ഇനി അങ്ങനെയൊന്നും കളയണ്ട. കുട്ടികൾക്കൊന്നും ചെറുപഴം കഴിക്കാനൊക്കെ ഇഷ്ടം കുറവായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. പഴമൊക്കെ തൊലി കളഞ്ഞ് നന്നായി ഉടച്ചെടുക്കുക. പിന്നെ 2 അച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഈ മധുരം അതിന് പാകമാണ്. നല്ല മധുരം വേണം കുറച്ചുകൂടി 3 അച്ച് വരെ ശർക്കര എടുക്കാം. നന്നായി മെൽറ്റ് ചെയ്ത് ആ പഴത്തിൽ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. ഇപ്പോഴും വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി എടുത്ത് കുറേശ്ശെയായി ചേർത്ത് നന്നായി ഇളക്കി എടുക്കുക. നമ്മുടെ മാവ് കുറച്ച് ഒന്ന് കട്ടിയാകുന്നത് വരെ കോരി ഇലയിലൊഴിച്ച് പരത്തിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കുക. വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നേക്കല്ലേ. അപ്പോൾ ഗോതമ്പ് പൊടി ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് മാവ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. മാവൊക്കെ കുഴച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് വാഴയില നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതിനകത്തേക്ക് കുറേശ്ശെ കോരിയെടുത്ത് ഇതൊരു ഷേപ്പിന് വേണ്ടി ഞാൻ ഇങ്ങനെ ആക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഉണ്ടാക്കാം. അട പോലെ പരത്തണമെങ്കിൽ കുറച്ചുകൂടി മാവ് ചേർത്തൊന്ന് മാവ് കട്ടിയാക്കിയിട്ട് പരത്തിയെടുത്ത് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ മാവ് കുറേശ്ശെ കോരി വാഴയില ഒഴിച്ച് പരത്തി ആവിയിൽ വേവിച്ചെടുക്കുക. വളരെ ഹെൽത്തിയായ ആവിയിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയായൊരു പലഹാരമാണ്. ഉണ്ടാക്കാനും എളുപ്പം. ഇത് മാവെല്ലൊന്ന് സെറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് കോരിയിടുന്ന ഒരു സമയം മാത്രമേ വേണ്ടൂ. അപ്പോൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. 2 എണ്ണം ഞാൻ പ്ലാവിലയിൽ കോരിയിട്ടിട്ട് അങ്ങനെ വെച്ച് നോക്കിയേ. അപ്പോൾ അടയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ ചെറുപഴവും ഗോതമ്പും കൊണ്ടുള്ള നല്ല ഇലയട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.